ചേട്ടൻ നല്ല വിശപ്പുണ്ട്. നമുക്ക് കടിച്ച് പറയാൻ ഐറ്റം ഉണ്ട് ഓർഡർ ചെയ്തു. പക്ഷെ നല്ല ചൂടും വെയിലുമാണ്. ഈ ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യാൻ? നമുക്ക് വെജിറ്റേറിയൻ ആയാലോ? എന്നാൽ വെജിറ്റേറിയൻ ഒരു ഗംഭീര സാധനമുണ്ട്. ഏതാ? ഗോബി മഞ്ചൂരി. അതാകുമ്പോൾ ഇറച്ചി പോലെ തോന്നുകയും ചെയ്യും. വെജിറ്റേറിയനാണ്. ചേട്ടൻ ഓർഡർ ചെയ്യും. ഇനി നോക്കണ്ട, ഗോബി മഞ്ചൂരിയും പൊറോട്ടയും എനിക്കും അത്. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് ഒരു വാർത്ത വന്നിരുന്നു. അതായത് ഗോബി മഞ്ചൂരിയനിൽ എന്തൊക്കെയോ ചേർക്കുന്നുണ്ട്, കൃത്രിമമാണെന്നൊക്കെ ആകെ പ്രശ്നമായിട്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ പൊന്നു ചേട്ടാ, എന്നാൽ വേണ്ട, അതിൽ പൊറോട്ടയും മുട്ടക്കറിയും ഓർഡർ ചെയ്തു. പക്ഷെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? നമുക്ക് ഗോബി മഞ്ചൂരിയൻ്റെ പുറകെ ഒന്ന് പോയി നോക്കണ്ടേ? കഴിച്ചിട്ട് പോയാൽ പോരെ? മതി, എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലേ? ഫാസ്റ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഏറെയും. കൊച്ചിയിൽ ഉൾപ്പെടെ ഹോട്ടലുകളിൽ മാത്രമല്ല, തെരുവോരങ്ങളിലും പാഴ്സലായുമൊക്കെ ഗോബി മഞ്ചൂരിയൻ കിട്ടും. നല്ല നിറം കിട്ടാൻ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഹോട്ടലുകാരുടെ മറുപടി ഇതായിരുന്നു. ഗോബി മഞ്ചൂരിയൻ എന്നുള്ള ഡിഷ് കളർലെസ്സാണ്. കൃത്രിമ കളർ ഞങ്ങൾ ആരും ചേർക്കാറില്ല. ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നല്ല കാശ്മീരി പൗഡർ കിട്ടുന്നുണ്ട്. അതിന് ശരിയായ ഒരു മതിയായ ഒരു കളർ ഇട്ടുണ്ട്. ഉത്സവ സീസണിൽ വരുന്ന കച്ചവടക്കാർ, അതേപോലെ തട്ടുകട, അവരൊക്കെയാണ് ഈ കൂടുതലും ഇതൊക്കെ ചേർക്കുന്നത്. കളർ വന്ന ഒരു ആകർഷണം വരും, അതാ വിറ്റ് പോവുള്ളൂ എന്നുള്ളത് തോന്നല് ഈ ചെയ്യുന്ന ആളുകൾക്കുണ്ട്. നല്ല രുചിയായതിനാൽ നാമെല്ലാം ഇവ യഥേഷ്ടം വാങ്ങി കഴിക്കുകയും ചെയ്യും. പക്ഷേ പലയിടങ്ങളിലും കാര്യങ്ങൾ ശരിയാവണ്ണമല്ല നടക്കുന്നതെന്നും ബോധ്യമായി. നമ്മളിപ്പോൾ കണ്ട ഈ ഹോട്ടലിൽ നിന്നും കഴിച്ച ഗോബി മഞ്ചൂരിയൻ ഒരു സ്വാഭാവിക നിറമാണ് അല്ലേ? ഇത് പക്ഷേ സൗത്തിലെ മറ്റൊരു ഹോട്ടലിൽ നിന്നും ഞാൻ വാങ്ങിയ പാഴ്സലാണ് ഗോബി മഞ്ചൂരിയൻ്റെ. ഇത് നല്ല ചുവന്ന നിറമാണ് ഈ കാണുന്നത് പോലെ. അതായത് നല്ല ആകർഷകത്വവും നിറവും ഒക്കെ തോന്നിക്കുന്നതിന് വേണ്ടി മറ്റു പല വസ്തുക്കളും ഇതിൽ ചേർക്കുന്നു എന്ന് വേണം കരുതാൻ. കൃത്രിമ നിറങ്ങളായ റോഡാമിൻ ബി, ടാർട്രാസിൻ പോലുള്ള വസ്തുക്കൾ വലിയ തോതിൽ ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് ഈ കാഴ്ചകളൊക്കെ തന്നെ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത് നമുക്കുണ്ടാക്കുക. കൊച്ചിയിലെ ഫുഡ് സേഫ്റ്റി ഓഫീസിലെത്തി ഞങ്ങൾ വിവരങ്ങൾ തേടി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗോബി മഞ്ചൂരിയനിൽ റോഡാമിൻ ബി ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ കൊച്ചിയിൽ പ്രത്യേകമായ പരിശോധനകൾ നടന്നിട്ടില്ല. കർണാടകയിലെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് അവർ പ്രതികരിച്ചത്. എന്നാൽ പഞ്ഞിമിഠായിയുടെ കാര്യത്തിൽ ചില്ലറ പരിശോധനകളൊക്കെ നടന്നെങ്കിലും അതും എങ്ങും എത്തിയില്ല. ഭക്ഷണങ്ങളിലെ വിഷവും മായവും നിമിത്തം ജീവൻ വരെ നഷ്ടപ്പെടുന്ന സ്ഥിതി പലർക്കും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഗോബി മഞ്ചൂരിയനിലടക്കം രാസവസ്തുക്കൾ ചേർക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന് പരാധീനതകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തുകയാണ് വേണ്ടത്. ക്യാമറമാൻ വേണുവിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.